യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് സ്പോട്ടുകളായ ഗണ്ടിക്കോട്ടയും ബേലം കേവും ഒറ്റ ട്രിപ്പിൽ തന്നെ കണ്ടു മടങ്ങിയെത്തുന്നതിനുള്ളൊരു അടിപൊളി ടൂർ പ്ലാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പ്രകൃതിദത്തമായ ഗുഹയാണ് ബേലം കേവ്. 3.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം. അതുപോലെ 1100കളിൽ നിർമ്മിച്ച ഒരു കോട്ടയും അതിനനുബന്ധിച്ചുള്ള ചരിത്ര സ്മാരകങ്ങളും അതിനടുത്തുള്ള മനോഹരമായ ഗ്രാൻഡ് കനിയൻ ഓഫ് ഇന്ത്യയുമാണ് ഗണ്ടിക്കോട്ടയിലെ കാഴ്ചകൾ. ഈ പറയുന്ന 2 സ്പോട്ടും അങ്ങ് ആന്ധ്രാപ്രദേശിലാണ്. എറണാകുളത്തുനിന്ന് ഏകദേശം 1000 കിലോമീറ്ററാണ് ദൂരം. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ട്രെയിനിനാണ് കേട്ടോ. കന്യാകുമാരി പൂനെ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് 3:35 ആലുവയിൽ എത്തുന്ന ട്രെയിൻ നമ്പർ 16382 ആണ് ഈ ട്രെയിൻ. ആന്ധ്രാപ്രദേശിലെ താടിപത്രി എന്ന സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ആലുവയിൽ നിന്ന് സ്ലീപ്പർ റിസർവേഷന് 450 രൂപയും ജനറൽ ടിക്കറ്റിന് 260 രൂപയുമാണ് നിരക്ക് വരുന്നത്. പക്ഷേ ജനറൽ ടിക്കറ്റിന് എടുത്തു പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. 1 മാസം മുമ്പ് റിസർവ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കൺഫേം ആയത്. വൈകുന്നേരം 3:35 ആലുവയിൽ നിന്ന് പുറപ്പെട്ട് 16.5 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ആന്ധ്രാപ്രദേശിലെ താടിപത്രി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം പെട്ടെന്ന് പുറത്തിറങ്ങി. ബസ് സ്റ്റാൻഡിലേക്ക് ഷെയർ ഓട്ടോ കിട്ടും. ഒരാൾക്ക് 30 രൂപയാണ് നിരക്ക്. താടിപത്രി അത്യാവശ്യം വലിയൊരു ടൗണാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും ബേലം കേവിലേക്ക് ഡയറക്റ്റ് ബസ് 8:40 ഉണ്ട്. ബേലം കേവിലേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടിയില്ലെങ്കിലും ബേലം കേവിന് അടുത്തുള്ള കൊലിമ ഗുണ്ടള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എപ്പോഴും ബസ് കിട്ടും. അവിടെ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമാണ് ബേലം കേവിലേക്കുള്ള ദൂരം. ആ 2.5 കിലോമീറ്റർ ഷെയർ ഓട്ടോ ലഭിക്കുന്നതാണ്. ഡയറക്റ്റ് ബസ് കിട്ടുകയാണെങ്കിൽ 9:30 നമ്മൾ ബേലം കേവിനടുത്തെത്തും. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കുന്നതാണ് നല്ലത്. 40 രൂപയാണ് താടിപത്രി ടു ബേലം കേവ് ബസ് നിരക്ക് വരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് 80 രൂപ ടിക്കറ്റ്. ആന്ധ്രയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പോലെ തന്നെ നല്ല ചൂടും വെയിലൊക്കെയാണ്. അതുകൊണ്ട് ട്രിപ്പിൽ ആദ്യം ബേലം കേവ് കാണുന്നതാണ് ഉചിതം. കാരണം ഭൂമിക്ക് അടിയിലേക്ക് ആയതുകൊണ്ട് വെയിലും ചൂടും നമുക്കത്ര ബാധിക്കില്ല. ബേലം കേവിന് അടുത്ത് ബസ് ഇറങ്ങി കുറച്ച് അകത്തേക്ക് നടക്കാനുണ്ട്. പോകുന്ന വഴിയിൽ ഒരു വലിയ ബുദ്ധപ്രതിമ കാണാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 10 മണിക്കാണ് ടിക്കറ്റ് വിതരണം ആരംഭിക്കുകയുള്ളൂ. 70 രൂപയാണ് പെർ ഹെഡ് നിരക്ക് വരുന്നത്. ഭൂമിക്കടിയിലേക്ക് 50 മീറ്ററോളം താഴേക്കും ഏകദേശം 3.5 കിലോമീറ്ററും അകത്തേക്കാണ് ഈ ഗുഹ. 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഗുഹ മൊത്തം നടന്ന് കാണാം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബേലം കേവ് കണ്ട് പുറത്തിറങ്ങാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഗണ്ടിക്കോട്ടയിലേക്ക് പോകാം. ബേലം കേവ് ടു ഗണ്ടിക്കോട്ട 70 കിലോമീറ്ററാണ്. ബൈ ബസ്സാണ് പോകാൻ കഴിയുള്ളൂ. ബേലം കേവിൽ നിന്ന് ഗണ്ടിക്കോട്ടയിലേക്ക് ബസ് ലഭിക്കുന്നത് അടുത്ത ജംഗ്ഷനായ കൊമലിഗുണ്ടള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. 2.5 കിലോമീറ്റർ ഉണ്ട് ബേലം കേവിൽ നിന്ന് കൊമലിഗുണ്ടളയിലേക്ക്. റിട്ടേൺ ഓട്ടോ കിട്ടും. 10 രൂപ കൊടുത്താൽ മതി. ഗണ്ടിക്കോട്ടയുടെ അടുത്ത ടൗണായ ജമ്മലമടുഗുവിലേക്കാണ് ബസ്. 55 രൂപയാണ് കൊമലഗുണ്ടള ജമ്മലമടുഗു ബസ് റേറ്റ് വരുന്നത്. 3 മണിയോടുകൂടി ജമ്മലമടുഗുവിൽ എത്താം. അവിടെ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് ഗണ്ടിക്കോട്ടയിലേക്ക്. പക്ഷേ ബസ് ആ സമയത്ത് ഇല്ല. ഷെയർ ഓട്ടോ കിട്ടും. 50 രൂപയാണ് പെർ ഹെഡ് നിരക്ക് വരുന്നത്. ഷെയർ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ ഓട്ടോ വിളിച്ചു പോകേണ്ടി വരും. 250-300 രൂപയാണ് ഓട്ടോയുടെ നിരക്ക് വരുന്നത്. ഗണ്ടിക്കോട്ടയിൽ എൻട്രി ടിക്കറ്റ് ഇല്ല. 3:30 നമുക്ക് ഗണ്ടിക്കോട്ടയിൽ എത്താം. ഗണ്ടിക്കോട്ടയിൽ മെയിൻ ഗേറ്റ്, ചാർമിനാർ, മാധവരായ ടെമ്പിൾ, ജുമാ മസ്ജിദ്, രംഗനായകുള ടെമ്പിൾ, പിന്നെ ഗ്രാൻഡ് കനിയൻ ഓഫ് ഇന്ത്യ ഇത്രയും കാണാനുണ്ട്. പെന്നാർ വാലി നദി ഒഴുകുന്ന പ്രദേശമാണ് ഗ്രാൻഡ് കനിയൻ ഓഫ് ഇന്ത്യ. 5:45 അവിടെ എത്തുന്ന രീതിയിൽ മറ്റ് സൈറ്റുകൾ കണ്ട് പ്ലാൻ ചെയ്യുക. ഇവിടെ നിന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. സൺസെറ്റ് കണ്ടതിന് ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 1/2 മണിക്കൂർ നടക്കാനുണ്ട്.
6:45 ബസ് സ്റ്റോപ്പിലെത്തുക. ലാസ്റ്റ് ബസ് 7 മണിക്കാണ് ജമ്മലമടുഗു എന്ന സ്ഥലത്തേക്ക്. ഗണ്ടിക്കോട്ടയിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ താമസ സൗകര്യം ലഭ്യമാണ്. ചെറിയ ഹോട്ടലുകളും ഡോർമെറ്ററികളും ഒക്കെ ലഭ്യമാണ് കേട്ടോ. ജമ്മലമടുഗുവിൽ ഇഷ്ടം പോലെ ഹോട്ടലുകളും ലോഡ്ജുകളും അവൈലബിൾ ആണ്. 500 രൂപ മുതൽ റൂം ലഭിക്കും. അന്ന് തന്നെ മടങ്ങി പോരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗണ്ടിക്കോട്ട ടു ജമ്മലമടുഗു ബസ് ഫെയർ 30 രൂപ. 8 മണിയോടുകൂടി ജമ്മലമടുഗു ബസ് ഇറങ്ങാം. അതിനുശേഷം ഡിന്നർ ജമ്മലമടുഗു ടൗണിൽ നിന്ന് കഴിക്കാം. പിന്നെ 11 മണിക്കാണ് ജമ്മലമടുഗു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെനിഗുണ്ട എന്ന സ്ഥലത്തേക്ക് ട്രെയിൻ വരുന്നത്. 80 രൂപയാണ് ട്രെയിൻ ഫെയർ വരുന്നത്. പുലർച്ചെ 3:05 റെനിഗുണ്ട സ്റ്റേഷനിൽ ഇറങ്ങാം. റെനിഗുണ്ടയിൽ നിന്ന് ആലുവയിലേക്ക് പുലർച്ചെ 4:15 ട്രെയിൻ. 12:626 കേരള എക്സ്പ്രസ് ആണ്. വൈകുന്നേരം 8:05 ആലുവയിൽ ഇറങ്ങാം. 210 രൂപയാണ് പെർ ഹെഡ് നിരക്ക് വരുന്നത്. ഇത്രയും ദൂരെയുള്ള 2 ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയിട്ട് ആകെ ചിലവായത് 835 രൂപയാണ്. ഇനി ഫുഡിൻ്റെ ക്യാഷും കൂടി ഉൾപ്പെടെയാണെങ്കിൽ പോലും 1500 രൂപയിൽ താഴെ നമുക്ക് ചിലവ് ചുരുക്കാവുന്നതാണ്. ഇനി അതല്ല, ഒരു ദിവസം ജമ്മലമടുഗുവിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:15 യറകുണ്ടല സ്റ്റേഷനിൽ നിന്നും നേരിട്ട് കേരളത്തിലേക്ക് ട്രെയിനുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയ പൂനെ കന്യാകുമാരി എക്സ്പ്രസ് 12:15 യറകുണ്ടല സ്റ്റേഷനിൽ വരും. പിറ്റേ ദിവസം രാവിലെ 3:30 ആലുവയിൽ ഇറങ്ങാവുന്നതാണ്. ഈ ബേലം കേവിൻ്റെയും ഗണ്ടിക്കോട്ടയുടെയും ഫുൾ വീഡിയോ ഈ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ നിന്നുള്ള ലിങ്ക് ഉപയോഗിച്ച് എല്ലാവരും ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ട്രിപ്പിന് താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.